ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നിവേദ് നെക്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക കൊണ്ടൊരു കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ? എനിക്ക് കുറച്ച് വയണയില കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം പറമ്പിലെ വയണയില. അപ്പോൾ ഇതാ ഒരു കഷ്ണം ചക്ക എടുത്ത് ഞാൻ അതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കാൻ പോവുകയാണ്. കയ്യിലൊക്കെ എണ്ണ തേച്ച് നല്ലപോലെ ചക്ക മുറിച്ചെടുത്ത് അതിൻ്റെ ചുളയെല്ലാം ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇത് ശരിക്കും നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനെടുക്കുന്ന ശർക്കര അല്പം കുറവാണ്. മധുരമില്ലാത്ത ചക്കയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ശർക്കര കൂടുതലെടുക്കാം. ഇപ്പോൾ ചക്കയുടെ ചുളയെല്ലാം മാറ്റിയെടുത്ത് വച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയും പിന്നെ ഒരു വലിയ ഉണ്ട ശർക്കരയുമാണ് ഞാൻ കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചക്കയുടെ കുരുവൊക്കെ മാറ്റി ചുള മാത്രം സെപ്പറേറ്റ് ചെയ്ത് അതിനെ മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ജാറ് നിറയെ ചക്കയാണ് ഞാൻ എടുക്കുന്നത്. ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 4-5 ഏലക്ക കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്ത് ഒരല്പം സ്റ്റൈലിന് വേണ്ടി കയ്യിലുള്ള ഗ്ലാസ് ബൗൾ തന്നെ എടുത്തു. എന്നിട്ട് അതിലേക്ക് ചക്ക ഇട്ടതിന് ശേഷം തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും ചേർത്ത് നല്ലപോലെ ഇളക്കണം. ഇതിൻ്റെ കൂടെ 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി ഇട്ടപ്പോൾ മനസ്സിലായി ഇത്രയും അരിപ്പൊടി തികയില്ല. അപ്പോൾ എന്ത് ചെയ്തു, 1 കപ്പ് അരിപ്പൊടി കൂടി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ സംഭവം ഈ പാത്രത്തിൽ നിൽക്കുന്നില്ല. പിന്നെ സ്റ്റൈലൊക്കെ മാറ്റി വെച്ച് നമ്മുടെ സ്റ്റീൽ പാത്രം എടുത്ത് നല്ലപോലെ കുഴച്ച് അടച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മുടെ വയണയില ക്ലീൻ ചെയ്യുവാണ്. നല്ലൊരു കോട്ടൺ തുണി നനച്ച് ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതെൻ്റെ സ്വന്തം പറമ്പിലെ വയണയിലയാണ്. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന വയണയിലയാണെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് നല്ലപോലെ കഴുകി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവനവനറിയാവുന്ന രീതിയിലേക്ക് ഒരു കുമ്പിളിൻ്റെ രൂപത്തിൽ ഇതിനെ കോട്ടിയെടുത്ത് ഈർക്കിൽ വെച്ച് ഉറപ്പിക്കുക. ഇതാ കണ്ടോ, ഞാനിവിടെ ഒരു 20 വയണയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ കുമ്പിളപ്പം ആവി കയറ്റാൻ വയ്ക്കാവൂ, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച മാവായതുകൊണ്ട് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. പുറത്താണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ലൂസായിട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. അല്ല ഇങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം. ഇനി എല്ലാ വയണയിലയിലും എല്ലാ കുമ്പിളിലും ഞാൻ മാവ് നിറച്ച് ആവി കയറ്റുന്ന പാത്രത്തിൽ വെച്ച് അടുപ്പിലേക്ക് വെച്ചു. ഇതിൽ ശർക്കരയാണ്, ഇതിൽ ആവി കയറ്റിയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ എന്തൊക്കെയോ ഗുണഗണങ്ങളുണ്ട്. എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഞാനിതാ ചായയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെൽത്തി ആയിരിക്കാൻ ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. ചായയിലും ശർക്കര തന്നെ ഉപയോഗിച്ചു. എല്ലാം കൂടിയിട്ട് ആരോഗ്യകരമായി മുമ്പിൽ തന്നെ നിൽക്കട്ടെ. ഇനി കുമ്പിളപ്പം അലങ്കരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് വെച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അയ്യോ നമ്മുടെ തനതായ പാരമ്പര്യമായ നല്ലൊരു പലഹാരമല്ലേ, അത് വാഴയില തന്നെ അമ്മ വയ്ക്കണം. ശരി, ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഒരു വാഴയില എടുത്ത് വട്ടത്തിൽ വെട്ടി പാത്രത്തിൽ വെച്ച് അതിലേക്ക് കുമ്പിളപ്പവും ഞാൻ നിരത്തി കൊടുത്തു. ഇപ്പം എല്ലാം ഓക്കെ ആയില്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്